നിന്റെ ആഗ്രഹം അത് നടക്കില്ല. വന്ന് വണ്ടി കയറാൻ. നിന്നോട് ഞാൻ വണ്ടി കയറാനാ പറഞ്ഞത്. ആന്റിക്ക് പറയാനുള്ളത് അച്ഛൻ കേക്ക്. അവൾക്ക് പറയാനുള്ളത് പരദേവതയോട് പറയട്ടെ. എന്തു വന്നാലും ഇത് നടക്കാൻ പോകുന്നില്ല. നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. വന്ന് വണ്ടി കയറാം. എനിക്കെല്ലാം മനസ്സിലാവും. ഒന്നുമില്ലെങ്കിലും ഞാനൊരു പോലീസ് ഓഫീസറാ. വന്ന് കേറാ. അച്ഛൻ വിട്. ഞാൻ അത്ര കൊച്ചു കുട്ടിയൊന്നുമല്ല എന്നെ ഇങ്ങനെ വലിച്ചോണ്ട് പോയത്. ഇത് അമ്പലമാണ്. ഞാൻ നിന്റെ അച്ഛനാണ്. നിന്നെ വളർത്തി വലുതാക്കി എനിക്ക് നിന്നിൽ കുറച്ച് അധികാരങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പറയുന്ന അനുസരിക്ക്. പ്രസാദേട്ടൻ ആദിയോടുള്ളതിനേക്കാൾ അധികാരം എനിക്ക് ഇവനോടുണ്ട്. വന്ന് കേറാൻ. അത് പറയാനാ ഞാൻ വന്നത്. അധികാരം സ്ഥാപിക്കാൻ ഞാൻ എന്റെ മകനെ കൊണ്ട് നിന്റെ മകളെ കല്യാണം കഴിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. വന്ന് വണ്ടി കയറാം. വരാൻ കൊണ്ടുപോവാൻ എനിക്കറിയാം. വന്ന് വണ്ടി കയറാം. എന്തിനാ മാമ ഈ വാശി? ഞങ്ങൾ എന്ത് തെറ്റാ മാമനോട് ചെയ്തേ? എനിക്ക് വാശി തന്നെയാ. അതൊന്നും എനിക്ക് നിങ്ങളോട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്നാ പിന്നെ എനിക്കും വാശി തന്നെയോ? ഈ മാമന്റെ വാശിയുടെ ഒരു അല്പമെങ്കിലും മരുമോൾക്കും കിട്ടി കാണുമല്ലോ. ആദ്യം മാമൻ എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും ശരി, ഞങ്ങൾ ഒന്നിക്കും. ആദ്യം ഈ തുളസി വിവാഹം കഴിച്ചിരിക്കും. തുളസി ആരോട് ഇങ്ങനെ സംസാരിക്കുന്നറിയോ? വാശി ഒരാൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതല്ല. അമ്മ പറയുന്നത് എന്താന്ന് കേൾക്കാനുള്ള ക്ഷമ പോലും മാമൻ ഇല്ലാതെ പോയല്ലോ. എനിക്കൊന്നും കേൾക്കണ്ട. ഒന്ന് വണ്ടി കയറാം. എനിക്ക് വണ്ടിയുണ്ട്. അച്ഛൻ പറയുന്നത് കേൾക്കുന്നേ. മാമനെ വെറുതെ ടെൻഷൻ എടുപ്പിക്കണ്ട. നമുക്ക് പോ. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ അതേ ക്ഷേത്രത്തിൽ വെച്ച് ആ നിമിഷം തുളസിയുടെ എഴുത്തി താലി കിട്ടേനെ. നീ ആയില്ലല്ലോ, ഭാഗ്യം തന്നെ. എടാ, വീരവാദങ്ങളൊക്കെ പറയാൻ കൊള്ളാം. നീ നടക്കുന്ന കാര്യം വല്ലതും പറ. തുളസിക്ക് എന്തായാലും നിന്നേക്കാൾ ധൈര്യമുണ്ട്. എടാ, ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അനാവശ്യമായ വാശികൾ നമ്മൾ കണ്ടില്ലാന്ന് വെക്കുന്നതാ നല്ലത്. ഒന്ന് പോടാ. പിന്നെ അനാവശ്യമായ വാശികൾ. എടാ, നിന്റെ അച്ഛൻ ഇത്രയും കാലം നിന്നെ സപ്പോർട്ട് ചെയ്തതല്ലേ, പിന്നെ നീ എന്തിനു പേടിക്കണം? അവരല്ലേ നിങ്ങളെ തമ്മിൽ പ്രേമിപ്പിച്ചത്. എടാ ആദി, എടാ ഇതിന്റെ പിന്നില് എന്തൊക്കെ കളികളുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് തുളസിയും കൊണ്ട് രക്ഷപ്പെടുന്നതായിരിക്കും നല്ലത്. എവിടേക്ക് രക്ഷപ്പെടാൻ? എവിടേക്കെങ്കിലും. അതേടാ, എന്നിട്ട് എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. ആ തുളസി, ഞങ്ങൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു. എന്താ ഇന്നും കള്ളു കുടിക്കാനുള്ള പ്ലാനാണോ? ഏയ്, ഞാൻ അതൊക്കെ എപ്പോഴേ നിർത്തി. എത്ര ദിവസത്തേക്ക്? നീ വെറുതെ ചുമ്മാ. ഇല്ല തുളസി, ആദിക്കിപ്പോ പുതിയൊരു ജീവിതം തുടങ്ങിയ കൊള്ളാന്നൊക്കെ ഉണ്ട് അല്ലടാ. അപ്പൊ ഇതുവരെ ജീവിക്കായിരുന്നില്ലേ? അങ്ങനെയല്ല, ഒരു കുടുംബ ജീവിതം. അതിനാദ്യം കുടുംബം വേണ്ടേ? എല്ലാം ശരിയാവും തുളസി, നോക്കിക്കോ. ഇനി മുതൽ ആദ്യം പുതിയൊരു മനുഷ്യനായിരിക്കും. എന്നാ ആ പുതിയ മനുഷ്യൻ വന്ന് വണ്ടി കയറും. എങ്ങോട്ട്? എന്റെ പിന്നെ കയറാൻ. എവിടേക്കാ? അതറിഞ്ഞല്ലേ നീ വരുള്ളോ. എന്നാലും നീ എവിടേക്കാന്ന് പറ. കൊല്ലൻ. ഇപ്പോഴെനിക്കൊരു മനസ്സമാധാനായത്. എന്നല്ലേ ഞാൻ പോയി ചത്തിട്ട് വരാം. തമാശ. ബെസ്റ്റ് ഓഫ് ലക്ക് ആദി. ഇവരിത് എങ്ങോട്ട് പോകുന്നു? ഒളിച്ചോടുന്ന
ജയശീലൻ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. ഞാൻ കുറച്ചു ദിവസമായിട്ട് ജയശീലനെ വിളിക്കണമെന്ന് വിചാരിക്കുന്നു. എന്താ ഡോക്ടർ, എന്തെങ്കിലും വിശേഷം? ജയശീലൻ അന്ന് റെഡിയാക്കി തന്ന ഞങ്ങളുടെ വീട് ഞാൻ വിറ്റു. പോരുമ്പോ അതൊന്ന് വിളിച്ചു പറയാനുള്ള മര്യാദ ഞാൻ കാണിച്ചില്ല. സോറി. അതൊന്നും സാരമില്ല. ഡോക്ടർ ഇപ്പൊ എവിടെയാ? ഞാൻ മംഗലാപുരത്താണ്. ഡോക്ടർ മംഗലാപുരത്താ ഉള്ളതെന്ന്? മംഗലാപുരം അത്ര ദൂരെയൊന്നും അല്ലല്ലോ. ഡോക്ടർ, ഞാൻ വിളിച്ചത്... എന്താ ജയശീലൻ, എന്തെങ്കിലും അത്യാവശ്യം? എനിക്ക് ഡോക്ടറുടെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. എന്താ വേണ്ടത്? ഞങ്ങളിപ്പോ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. എന്ത് പറ്റി ജയശീല? കുട്ടികളുടെ കാര്യം കൃഷ്ണപ്രസാദോ ദുർഗയോ അറിയാനിടയായോ? ഇതുവരെ അറിഞ്ഞിട്ടില്ല, പക്ഷേ അറിയണം. അറിയണമെന്നോ? അതെ ഡോക്ടർ, തുളസിമോൾ പ്രസയുടെ മകളാണെന്നുള്ള സത്യം ഇനിയെങ്കിലും പ്രസ അറിയണം. ഇപ്പോഴെന്താ ഇങ്ങനെ തോന്നാൻ? എനി പ്രോബ്ലംസ് ഉണ്ടാവാതിരിക്കാനാണ് ഡോക്ടർ. ഞാൻ എന്ത് വേണമെന്ന് ജയശീലൻ പറഞ്ഞാ മതി. ഡോക്ടറിന് ഒരു ദിവസം ഇവിടം വരെ ഒന്ന് വരാൻ പറ്റുമോ? വൈ നോട്ട്? പക്ഷെ 2 ദിവസം ഞാൻ കുറച്ച് ബിസിയാ. അത് കഴിഞ്ഞ് വന്നാ മതിയോ? മതി. ഡോക്ടർ എല്ലാ സത്യവും പ്രസയോട് നേരിട്ട് പറയണം, എങ്കിലേ പ്രസ അത് വിശ്വസിക്കൂ. അല്ല, പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം വേണമെന്ന് തോന്നാൻ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായോ? അതെല്ലാം ഡോക്ടർ വന്നതിന് ശേഷം നേരിട്ട് പറയാം. ഓക്കെ, എല്ലാം ജയശീലൻ പറയുന്ന പോലെ. താങ്ക് യു ഡോക്ടർ. അപ്പോ നാട്ടിൽ വരുന്ന ദിവസം ഞാൻ വിളിച്ചു പറയാം. ഓക്കെ. എന്നാ ഓക്കെ. അധ്വാനിക്കാതെ ഭക്ഷണം കഴിക്കുന്ന രീതിയെ ഞാൻ നിർത്തി. എന്നിട്ട് പട്ടിണി കിടന്ന് ചാവാൻ തീരുമാനിച്ചോ? ചാവില്ല, ജീവിക്കും. ഞാൻ മാത്രമല്ല, നമ്മൾ 2 പേരും. തൽക്കാലം നമുക്ക് ഈ ജോലി തുടങ്ങാം. ഒരു മാസം, ഏറിയാൽ 1 മാസം. അതിനിടയില് ആദിയുടെയും വിവാഹം നടന്നിരിക്കും. നടക്കണം. ഇതിനിയും വച്ചു നീട്ടുന്നത് അപകടമാണ്. ഏതെങ്കിലും വിധത്തിൽ ഇതിന്റെ ഉള്ളുകളികൾ പ്രസാദ് അറിയാൻ ഇടയായാൽ അതോടെ തീരുവല്ല. അറിയാപ്പച്ചി, പ്രസാദിന് തിരുമേനിയെ 100% വിശ്വാസമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ പോലീസ് കമ്മീഷണറാ. കളവും ചതിയൊക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമാ. അങ്ങനെ ഉണ്ടാവോ? പ്രസാദേട്ടൻ ഒരിക്കലും തിരുമേനിയെ തെറ്റിദ്ധരിക്കില്ല. തെറ്റിദ്ധാരണ എന്തിന്? തിരുമേനിയുടെ തനി സ്വരൂപം നമുക്കറിയില്ലേ? അദ്ദേഹം ഇതുപോലെ ആരിൽ നിന്നെല്ലാം കാശ് വാങ്ങിച്ച് കള്ളപ്രവചനം നടത്തിക്കാണും. അവരിൽ ആരെങ്കിലും ഒറ്റുകൊടുത്താൽ മതി, അതോടെ തിരുമേനിയുടെ കബഡികൾ ഓരോന്നായി കൊഴിയാൻ തുടങ്ങും. അസിസ്റ്റന്റ് കമ്മീഷണർ കൃഷ്ണപ്രസാദിന്റെ മകൻ ഒറ്റ ദിവസം കൊണ്ട് സെലിബ്രിറ്റി ആയല്ലോ. ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒന്നും കയറാത്തോണ്ട് പ്രസാദേട്ടൻ ചിലപ്പോ വിശേഷങ്ങളൊന്നും അറിഞ്ഞു കാണില്ല അല്ലേ? ഞാൻ അറിഞ്ഞു.
എന്നിട്ട് അവനെ വിളിച്ച് പ്രസാദേട്ടനൊന്നും പറഞ്ഞില്ലേ? സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രായം അവനായല്ലോ. നമ്മളറിയാനത് വൈകുന്നേ ഉള്ളൂ. പ്രസാദേട്ടനും അവന്റെ ഭാഗത്താണോ? ഞാൻ ആരുടെയും ഭാഗത്തല്ല. അവന് ജോലി ചെയ്യണമെന്നും സ്വന്തമായിട്ട് അധ്വാനിക്കണമെന്നും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോ അവൻ ചെയ്തത് ശരിയാണെന്ന് പ്രസാദേട്ടൻ സമ്മതിക്കുന്നു. ശരി ചെയ്യുന്നത് തിരുത്താനോ അതിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കാനോ ശ്രമിക്കുന്നതല്ലേ തെറ്റ്? ആദ്യം ഏറ്റെടുത്തിരിക്കുന്ന ജോലി എഞ്ചിനീയറിംഗ് അല്ല, ഡെലിവറി ജോലിയാണ്. കണ്ടവർക്ക് ഓർഡർ അനുസരിച്ച് ഫുഡ് എത്തിച്ചു കൊടുക്കുന്ന ജോലി. ഞാൻ അവനെ കണ്ടിരുന്നു. എന്നിട്ട് ആ ജോലി ആ സ്പോട്ടിൽ നിർത്തിവെക്കാൻ പറഞ്ഞില്ലേ? അവന് ഇഷ്ടപ്പെട്ട ജോലി തെരഞ്ഞെടുത്തതല്ലേ. അത് നിർത്തിവെക്കാൻ പറയാനുള്ള അധികാരം എനിക്കില്ല. നിങ്ങൾ അവന്റെ അച്ഛനല്ലേ? അച്ഛൻ ആ സ്ഥാനത്ത് ഞാൻ പരാജയപ്പെട്ടു തുടങ്ങിയാണ്. പ്രസാദേട്ടാ, ഇതങ്ങനെ നിസ്സാരമായിട്ട് വിടരുത്. പ്രസാദേട്ടന്റെ ഈ നിസ്സഹായാവസ്ഥ അവൻ ചൂഷണം ചെയ്യും. എടോ, അവൻ മോഷ്ടിക്കാൻ പോകുന്നൊന്നുമില്ലല്ലോ. ഇങ്ങനെ പോയാ അവൻ അതും ചെയ്തെന്നിരിക്കും. കാരണം അവന് വാശിയാ. തുളസിയുമായുള്ള വിവാഹം നടത്തി കൊടുക്കാതിരിക്കുന്നതിന് അവൻ പ്രസാദേട്ടനോട് പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അവന് മനസ്സമാധാനം കിട്ടുന്നെങ്കിൽ ആവട്ടെ. നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്ന ജോലിയാണ് അവൻ ചെയ്യുന്നത്. ഓരോരുത്തർ ഫോൺ ചെയ്ത് പറയുന്നത് കേൾക്കുമ്പോൾ എന്റെ തൊലി ഉരിഞ്ഞു പോവാ. ഇപ്പതാ FB പേജുകളിലും ACPയുടെ മകന്റെ ദാരുണാവസ്ഥ കണ്ട് കമന്റുകൾ നിറയുന്നു. ആരെ തോൽപ്പിക്കാൻ അവൻ ഇതെല്ലാം ചെയ്യുന്നത്? നമ്മളെ, അല്ലെങ്കിൽ അവനെ തന്നെ. പ്രസാദേട്ടന്റെ ഈ ഒഴിഞ്ഞുമാറലൊന്ന് അവസാനിപ്പിക്കേ. എന്നിട്ട് എത്രയും വേഗം ആദ്യം തമ്മിലുള്ള വിവാഹം നടത്ത്. എങ്കിലേ ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവൂ. നമുക്ക് ആദ്യം മാത്രമേ ഉള്ളൂ. അവനും നമുക്ക് വേണം. അവനിങ്ങനെ വഴിതെറ്റി നടക്കാൻ പാടില്ല. അത് പ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ തുളസിയുമായിട്ടുള്ള ആദിയുടെ വിവാഹം വേണ്ടാന്ന് വെക്കുന്നത്. ആദിയെ എത്രയും പെട്ടെന്ന് മറ്റൊരു വിവാഹത്തിന് നിർബന്ധിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. എനിക്കവനെ വേണം പ്രസാദേട്ടാ. ഇപ്പൊ തന്നെ അവൻ പ്രസാദേട്ടനെ ധിക്കരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പോയാ അവൻ നമ്മളെ ധിക്കരിച്ച് തുളസി വിവാഹം കഴിച്ചെന്നിരിക്കും. അതോടെ പ്രിയ അവളെ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വരും. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. വീട്ടുകാരുടെയും നിലയ്ക്കും വിലയ്ക്കും ഒത്തൊരു ജോലി വേണമെന്ന്, അതൊക്കെ വെറും തെറ്റായ ധാരണയാണെന്നും എല്ലാ ജോലിക്കും അതിന്റേതായ നിലയും വിലയും ഉണ്ടെന്ന് എന്നെ ബോധ്യപ്പെടുത്തി തരാൻ തുളസി വേണ്ടി വന്നു. പക്ഷേ ഈ ജോലി ചെയ്യുന്നത് തുളസി പറഞ്ഞതുകൊണ്ടല്ല. ഈ സീരിയൽ കാണുവാണോ? എന്റെ ഇത് കണ്ടില്ലേ? ഏതാ മോളെ സീരിയല്? സീരിയലൊന്നുമല്ല, ആദ്യേട്ടന്റെ ഇന്റർവ്യൂവാ. ആ അതായിരുന്നോ? ഈ ന്യൂസ് എന്റെ പപ്പയും മമ്മിയും ഒക്കെ കാണില്ലേ? പിന്നെ കാണാതിരിക്കോ? FBയിലല്ലേ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആകെ നാണക്കേടാവല്ലോ സുലു ആന്റി. മകളെ വിവാഹം കഴിക്കാൻ പോകുന്നവൻ ലോകം അറിയപ്പെടുന്ന ഒരു ഭക്ഷണ വിതരണക്കാരനാണെന്ന് അവരെന്ന് അറിയട്ടെ. അത് നിനക്കൊരു ഗമയല്ലേ മോളെ?
എനിക്കത് ഇഷ്ടമല്ല സുലു ആന്റി. വെറുതെ എന്നെ കളിയാക്കണ്ട. ഹാവൂ, അത് കളിയാക്കിയതാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ നിനക്ക് ഉണ്ടല്ലേ? എനിക്ക് അല്ലെങ്കിലും നല്ല ബുദ്ധി തന്നെയാ. ഞാനിനി എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? ഇത് മനഃപൂർവ്വം ചെയ്തതാ ചേച്ചി. എല്ലാം തുളസിയുടെ കളിയാ. തുളസിയാണത്രേ അവന് പ്രചോദനം. ഒരു തുളസി. അതെന്താ ആന്റി? എന്തേ പ്രചോദനം? പ്രചോദനോ? അത് പിന്നെ നമ്മൾ കടയിലൊക്കെ പോകുമ്പോ ഇങ്ങനെ കുപ്പിയിൽ ഇങ്ങനെ ഇൻസ്പിറേഷൻ. അത് തന്നെ. ആദ്യേട്ടന്റെ ഇൻസ്പിറേഷൻ തുളസിയാണെന്നാണ് പറയുന്നത്. അതെ, അതുകൊണ്ടാണല്ലോ എഞ്ചിനീയറിംഗിൽ നല്ല മാർക്ക് കിട്ടിയിട്ടും അവൻ ഭക്ഷണപ്പൊതി എത്തിച്ചു കൊടുക്കുന്ന ജോലി ഏറ്റെടുത്തിരിക്കുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ചേച്ചി, എല്ലാം തുളസിയുടെ കളിയാണെന്ന്. അവളാ ആദ്യമോനെ ഓരോരോ കോമാളി വേഷങ്ങൾ കെട്ടിച്ച് ഇളക്കി വിടുന്നത്. ദുർഗേച്ചി, തുളസി പറയുന്നതിനപ്പുറം ആദ്യം കേൾക്കില്ല. അവനിനി ദുർഗേച്ചിയുടെ കൈപ്പിടിയിൽ ഒതുങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒതുക്കാൻ എനിക്കറിയാം. അവനെ മാത്രമല്ല, അവളെയും. ജോലി ഏതായാലെന്ത്, പെണ്ണ് തുളസി തന്നെ. ACPയുടെ മകന് പ്രചോദനമായ തുളസിക്ക് ആരാധകർ ഏറുന്നു. തുളസിയാണ് താരം. ഇവള് ലോകപരാജയം. വീട്ടുകാരെ പറയിപ്പിക്കാൻ. ACPയുടെ ഒരു ഗതികേട്. ആദിത്യൻ ഭാഗ്യവാൻ. പെൺകുട്ടികളായാൽ ഇങ്ങനെ വേണം. പെൺകുട്ടിയല്ല, പിശാച. എന്റെ രക്തം കുടിക്കാൻ വന്ന പിശാച. എടോ, താൻ ഇപ്പോഴും ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവനും ഇത് കണ്ടോണ്ടിരിക്കല്ലേ, പിന്നെ ഞാനായിട്ട് എന്തിനു നോക്കാതിരിക്കണം? ചിലരൊക്കെ കണ്ടില്ലാന്നങ്ങ് നടിക്കണം. എന്തൊക്കെ പറ്റും കണ്ടില്ലെന്ന് നടിക്കാൻ? അല്ലെങ്കിലും നടിക്കാനല്ലേ പറ്റൂ. ഞാൻ ആദിയുടെ അമ്മയായി പോയില്ലേ? അവന്റെ പ്രശ്നങ്ങൾ എനിക്ക് നടിച്ചു തീർക്കാൻ പറ്റില്ല പ്രസാദേട്ടാ. ദേ നോക്കിയേ, തുളസിയുടെ വീരസാഹസിക കഥകളും അതിന് താഴെ വന്നിരിക്കുന്ന വ്യൂവേഴ്സിന്റെ കമന്റ്സും നോക്ക്. ഞാനിനി എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും? മരുമകളെ ലാളിച്ചതിനുള്ള പ്രതിഫലം കിട്ടിയല്ലോ. എന്തൊക്കെയായിരുന്നു? സ്വന്തം മകനേക്കാൾ സ്നേഹം കൊടുത്ത് വളർത്തിയതല്ലേ നിങ്ങൾ അവളെ? അവസാനം പാല് കൊടുത്ത കൈക്ക് തന്നെ കടിച്ചു. സോഷ്യൽ മീഡിയയിലെ കമന്റ്സ് ഒന്നും താൻ കാര്യമാക്കണ്ട. അയ്യോ, അങ്ങനെ പറയല്ലേ. സോഷ്യൽ മീഡിയയിൽ 3/4 പേര് അവൾക്ക് സപ്പോർട്ടാ. ഒപ്പമുണ്ട്, കൂടെയുണ്ട് തുളസി എന്ന ആൺകുട്ടി. എന്തൊക്കെയാ കമന്റ്സ്! ഫോണെറിഞ്ഞ് പൊട്ടിക്കാൻ എനിക്ക് തോന്നുന്നത്. ദേ, എന്താ ഒന്നും പറയാനില്ലേ? ACPയുടെ മകൻ ഓർഡർ അനുസരിച്ച് ഭക്ഷണം കൊടുക്കാൻ അന്യവാതിലുകളിൽ ചെന്ന് മുട്ടുന്നു. കേൾക്കുന്നവർക്ക് തോന്നും നമ്മൾ അവനെ ഇവിടെ പട്ടിണിക്കിട്ടിരിക്കുകയാണെന്ന്. അവൻ ചോദിക്കുന്നത് എന്തും വാരിക്കോരി കൊടുക്കുന്നല്ലേ ഉള്ളൂ പ്രസാദേട്ടൻ. അവസാനം അവന് നാണം കെടുത്തി. നമുക്ക് ഈ വിഷയം തൽക്കാലം മറക്കാം. മറക്കാനും? മനുഷ്യന് മാനമര്യാദയ്ക്ക് ജീവിക്കാൻ സമ്മതിക്കാത്ത വിധം ഓരോന്ന് വരുത്തി വെച്ചിട്ട് എങ്ങനെ മറക്കാൻ പറ്റും? ഒരു കാരണവശാലും അത് ഇല്ലാതാവാനും പോകുന്നില്ല. പക്ഷെ ആദ്യോട് ഇപ്പൊ മാമൻ കാണിച്ചത് തെറ്റ് തന്നെയാ. തെറ്റാര് ചെയ്താലും അത് തെറ്റ് തന്നെയാ. ഏട്ടന്റെ അവസ്ഥ ഓർത്ത ഏട്ടനാണ് ശരിയെന്ന് തോന്നും. ഇവളുടെ വർത്തമാനം കേട്ടാ ഇവളാണ് ശരിയെന്ന് തോന്നും. എനിക്കറിയില്ല ചേട്ട, എല്ലാം കൈവിട്ട് പോവാണ്. ശരിയാകുമെന്ന് പ്രതീക്ഷിക്കാം. അതിനല്ലേ നമ്മളെ കൊണ്ട് കഴിയൂ.
സാർ. ജയശീലൻ വന്നാലേ എന്നെ ഒന്ന് കാണാൻ പറയണം കേട്ടോ. ശരി സാർ. ഇവന്റെ ലൈസൻസ് അങ്ങ് സസ്പെൻഡ് ചെയ്തേ. എന്താ? ഒരു 6 മാസത്തേക്ക് ഇവനൊന്ന് വണ്ടിയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങരുത്. സാർ, സർ, എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? ഇരിക്കേ. ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയാ വരാൻ പറഞ്ഞത്. ആദിയുടെ ലൈസൻസ് റദ്ദ് ചെയ്തത് അറിഞ്ഞു. കുട്ടികളല്ലേ, ഒന്ന് ഉപദേശിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. ആദിയുടെ കാര്യം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അവനെക്കുറിച്ച് താൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ താനും തന്റെ ഭാര്യയും മകളും ഇനി മുതൽ ആദിയുടെ ഒരു കാര്യത്തിലും ഇടപെടണ്ടാന്ന്. അതെനിക്കിഷ്ടമല്ല. തുളസി പറഞ്ഞിട്ടാ ആദി ജോലിക്ക് പോയി തുടങ്ങിയത്. പക്ഷേ ഹോം ഡെലിവറി ജോലി തിരഞ്ഞെടുത്തത് ആദി തന്നെയാ. അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ്. ആ ഒരു കാര്യത്തിന് കാരണം എന്തോ ആവട്ടെ, തുളസിയെ ഞാനും പ്രിയയും ഒരുപാട് വഴക്ക് പറയുകയും ചെയ്തിട്ടുണ്ട്. താനും തന്റെ ഭാര്യയും നിങ്ങളുടെ മകളെ തല്ല് വഴക്ക് പറയും എന്താന്ന് വെച്ചാൽ ചെയ്തോ. അതൊന്നും എനിക്കറിയേണ്ട കാര്യമല്ല. എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞങ്ങൾ അന്യന്മാരൊന്നും അല്ലല്ലോ. ഇനി മുതൽ അങ്ങനെ മതി. രക്തബന്ധത്തിന്റെയും സ്നേഹത്തിന്റെയും പേര് പറഞ്ഞ് താനോ തന്റെ ഭാര്യയോ നിങ്ങളുടെ മകളോ ഇനി ദേവമംഗലത്തേക്ക് വരരുത്. എനിക്കിത് ഇഷ്ടമല്ല. എന്താ പ്രസാദ്, എന്താ പറ്റിയത്? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പറഞ്ഞു വെച്ചിരുന്നത്. മുമ്പ് പലതും പറഞ്ഞിട്ടുണ്ടോ? ആദിക്കും നിങ്ങളുടെ മകൾക്കും പല മോഹങ്ങളും കൊടുത്തിട്ടുണ്ടാവും. അതൊരു നിസ്സാര കാര്യമാണെന്ന് പ്രസയ്ക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായും എന്നെ സംബന്ധിച്ച് നിസ്സാരമായ കാര്യം തന്നെയാ. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങളുടെ ഭാര്യ എന്റെ അനിയത്തി അല്ല. തന്നെയും നിങ്ങളുടെ മകളെയും എനിക്ക് അറിയയില്ല. എന്താ പ്രശ്നം? ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ മാത്രം എന്താണ് ഉണ്ടായത്? പറയ് പ്രസാ. പറയുന്ന അനുസരിച്ചാ മതി. ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വേണ്ട. അങ്ങനെ പറയുമ്പോഴേക്കും പിഴുതെറിയാൻ പറ്റിയൊരു ബന്ധമാണ് നമ്മുടേത്. ഒന്നുമില്ലെങ്കിലും നമ്മള് മക്കൾക്ക് കൊടുത്തൊരു വാക്കില്ലേ? കുഞ്ഞുനാളിൽ അങ്ങനെ പലതും പറഞ്ഞു കാണും. കാലത്തിനനുസരിച്ച് ചില വാക്കുകൾ മാറ്റി പറയേണ്ടി വരും. പക്ഷേ അതിന്റെ മോള് അവൾ നമ്മുടെ പ്രസീതയുടെ മകളല്ലേ? അവൾക്കൊരു നല്ല ഭാവി വേണ്ടേ? ആദി നല്ല കുട്ടിയെ, അവൻ അവളെ സംരക്ഷിക്കും. അതെനിക്ക് ഉറപ്പാ. അല്ല, അതിന് നിങ്ങളെന്തിനാ ടെൻഷൻ ആവുന്നേ? അതിന്റെ മോളുടെ ഭാവി അതെന്താവുമെന്നുള്ള പേടി. ആദ്യം അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താകുമെന്ന് അറിയട്ടെ. അത് കഴിഞ്ഞിട്ട് ആലോചിച്ചാ പോരെ ആതിരയുടെ ഭാവി. വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഇതൊക്കെ നമ്മൾ നേരത്തെ പ്രതീക്ഷിക്കേണ്ടതായിരുന്നു. ഇത് വെറും സാമ്പിൾ വെടിക്കെട്ട്. പൂരം വരാനിരിക്കുന്നേ ഉള്ളൂ. പ്രസാദേട്ടൻ ഞങ്ങളെ കണ്ടിട്ടുണ്ടാവില്ലെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ മാമ നിങ്ങളെ മനഃപൂർവ്വം മൈൻഡ് ചെയ്യാത്തായിരിക്കുമെന്ന്. അതൊന്നും കാര്യമാക്കണ്ട.
ഏട്ടന് ദേഷ്യം കാണുമല്ലോ. അതിനു വേണ്ട എല്ലാ കാരണങ്ങളും നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുമുണ്ട്. ദേ കിടക്കുന്നു. അതിനും കുറ്റം തുളസിക്കിരിക്കട്ടെ. ആദ്യം ഞാൻ ജോലിക്ക് പറഞ്ഞു വിട്ടതിന്റെ ദേഷ്യം തീർക്കല്ല മാമൻ. ആദ്യം ഡെലിവറി ബോയ് ആയിട്ട് ജോലിക്ക് പോയാലും കളക്ടറായിട്ട് ജോലിക്ക് പോയാലും ഈ അവസരത്തിൽ മാമൻ നമ്മളോട് ഇങ്ങനെ തന്നെ പെരുമാറും. ഇനി ഈ കാര്യം പറഞ്ഞ് നിങ്ങൾ തമ്മിൽ വഴക്കിടണ്ട. ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയില്ലേ, പിന്നെന്താ മോളെ? അതെ അച്ഛാ, ആരൊക്കെ തോൽപ്പിക്കാൻ നോക്കിയാലും നമ്മൾ തോൽക്കില്ല, തോൽക്കാൻ പാടില്ല. ഇന്ന് നിങ്ങള് സ്കൂട്ടർ തള്ളിക്കൊണ്ട് വരുന്നത് കണ്ടിട്ടും അത് കാണാത്തതുപോലെ മാമൻ പോയില്ലേ? സാരില്ല, ആ വിഷയം തൽക്കാലം നമുക്ക് മറക്കാം. നീ പറഞ്ഞത് ശരിയാ മോളെ, നമുക്ക് മറക്കാം. പക്ഷെ മനസ്സിന്ന് പോകുന്നില്ല അത്. ചിലതൊക്കെ മറക്കണമേ, എന്നാലേ നമുക്കൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ. ആദ്യേട്ടാ, 1 minute. ആദ്യേട്ടാ, ഒന്ന് വന്നേ. വാ, കേറ്. എവിടേക്ക്? വണ്ടി ഓടിക്കാൻ ലൈസൻസ് ഇല്ലെന്ന് കരുതി ആദ്യമായിട്ട് വിഷമിക്കൊന്നും വേണ്ട. എനിക്ക് ലൈസൻസ് ഉണ്ട്. ആദ്യമായിട്ടിന് എവിടെയാ പോണ്ടെന്ന് പറഞ്ഞാ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. കേറ്. നിന്റെ ഒരു ഹെൽപ്പും എനിക്ക് ആവശ്യമില്ല. ഇതെന്റെ ഹെൽപ്പ് അല്ല ആദ്യേട്ടാ, എന്റെ കടമയാ. ഇനി എന്നും ആദ്യേട്ടന്റെ കൂടെ ഞാനുണ്ടാവും. എന്നെ ഒരു ഡ്രൈവറായിട്ട് കണ്ടാ മതി. നിന്നെ ഒരു ഡ്രൈവറായിട്ടല്ല, ഒരു മനുഷ്യനായിട്ട് പോലും കാണാൻ പറ്റില്ല. കഴുത. കഴുതയോ? ഏയ്, കഴുത പോലൊന്നുമല്ല. ആദ്യേട്ടാ വാ, കേറ്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നിനക്കെന്താ മലയാളം പറഞ്ഞ മനസ്സിലാവില്ലേ? കുറച്ചൊക്കെ. ചില വാക്കുകളൊക്കെ ഇപ്പോഴും കറക്റ്റ് അല്ല ആദ്യേട്ടാ. അതെ, നിന്റെ ഹെൽപ്പ് എനിക്ക് വേണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ വണ്ടിയായിട്ട് എന്റെ പിന്നാലെ വന്ന വണ്ടി നീയെ റോട്ടിൽ നിന്ന് എഴുന്നേറ്റ് വരേണ്ടി വരും. മനസ്സിലായോ? അല്ല, ആർക്കും ആക്സിഡന്റ് പറ്റിയതിനെ കുറിച്ച് പറഞ്ഞല്ലോ. ആർക്കാ? അതോ ആദ്യം തുളസിയും വഴിയിൽ എവിടെയോ ഒന്ന് സ്കിഡായി. പിന്നെ വിനോദിന്റെ മുമ്പിലാ വീണത്. അതുകൊണ്ട് അവൻ തന്നെ അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും പറ്റിയോ ചെയ്യട്ടെ? ഭാഗ്യം കൊണ്ടൊന്നും പറ്റിയിട്ടില്ല. ആദ്യമോന് ചെറുതായിട്ടൊന്ന് തൊലി പോയി എന്ന് പറഞ്ഞു. ഈശ്വര, ഏത് ഹോസ്പിറ്റലിൽ അവരുള്ളത്? നമുക്കൊന്ന് പോയി നോക്കാം. അവർക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് അപ്പൊ തന്നെ ടി എടുത്ത് അവരെ പറഞ്ഞു വിട്ടൂന്ന്. നേരായിരിക്കോ പറഞ്ഞത്? അതോ നമ്മള് വിഷമിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണോ? അങ്ങനൊന്നും ആയിരിക്കില്ല. ജേഡൻ തുളസിമോളെ ഒന്ന് വിളിച്ചു നോക്ക്. വിളിക്ക്. ഈശ്വര, നീ ഇവിടെ നിർത്തിക്കേ, ഒരു കോളുണ്ട്. ജയശീലം വിവരമെല്ലാം അറിഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ വള്ളി പുള്ളി വിടാതെ വിനോദ് സാറ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമല്ലോ. ഹലോ, നിങ്ങൾ എവിടെയാ ഉള്ളത്? എന്താ പറ്റിയത്? എല്ലാ ചോദ്യങ്ങളും കൂടി ഒരുമിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ വിഷമിക്കും. അതുകൊണ്ട് ഏതെങ്കിലും ഒന്നിന് ഉത്തരം തരാം. ആദ്യമോന്റെ കാര്യം കൂടി ചോദിക്കും. ആദിക്കെന്താ പറ്റിയത്? അത് ശരി. അപ്പൊ എന്റെ കാര്യം ജയശീലിനും പ്രിയയ്ക്കും അറിയണ്ട അല്ലേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും പറ്റിയിട്ടില്ല അച്ഛാ. പിന്നെ ആദിയുടെ കാലില് ചെറുതായിട്ട് പെയിന്റ് ഒന്ന് പോയിട്ടുണ്ട്. അതിനവര് ചുമ്മാ ഒരു ടി എടുത്തു. വേറെ വിശേഷമൊന്നും ഇല്ലെങ്കിൽ ഫോൺ വെച്ചിട്ട് പോയേ. ഇവിടേക്ക് എപ്പോഴാ വരുന്നത്? പെട്ടെന്ന് വരാ അച്ഛാ.
അവർക്ക് കുഴപ്പമില്ലല്ലോ അല്ലേ? തുളസിമോളുടെ സംസാരം കേട്ടാലേ അവരെ വിളിച്ച നമുക്കാണ് കുഴപ്പമെന്ന് തോന്നും. മോനെ, എന്താടാ പറ്റിയത്? നീ എന്തിനാടാ അവളുടെ വണ്ടിയുടെ പിന്നാലെ ചാടി കയറിയത്? ഓ, അപ്പോഴേക്ക് ഫുൾ ന്യൂസ് ഇവിടെ എത്തിയല്ലേ? നിനക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. നീ അപ്പോഴേക്കും എന്തിനാ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വന്നത്? പരിക്കൊന്നുമില്ല, പിന്നെന്തിനാ ഞാൻ അവിടെ നിൽക്കുന്നത്? തുളസിയുടെ വണ്ടിയുടെ പിന്നിൽ കയറിയതാ എല്ലാത്തിനും കാരണം. അല്ലാതെ എനിക്ക് വണ്ടി എടുക്കാൻ പറ്റില്ലല്ലോ. എന്റെ ലൈസൻസ് ബ്ലോക്ക് ചെയ്തിരിക്കുകയല്ലേ. കുറച്ച് കടന്ന കൈയാണ്. അത് ചെയ്താലേ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നീങ്ങുള്ളൂ. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. തുളസി കാരണോ ആദിക്ക് ചെറുതാണെങ്കിൽ ഒരു ആക്സിഡന്റ് പറ്റിയത്. അവളുടെ പേരിൽ കേസ് കൊടുക്കുന്ന കാര്യമാണോ? കേസ് കൊണ്ടൊന്നും ഒരു കാര്യമല്ല ദുർഗേച്ചി. പിന്നെ ഈ ചാൻസ് ഉപയോഗിച്ച് പ്രിയയും പ്രസാദ് സാറും തമ്മിൽ കൂടുതൽ അകലണം. നമ്മൾ അകറ്റണം. ആ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കണ്ട. പ്രസാദേട്ടൻ പ്രിയയിൽ നിന്ന് ഒരുപാട് അകലത്തിലായിപ്പോ. അതുപോലെ അല്ല, ഇപ്പൊ പ്രസാദ് സാറിന്റെ ഉള്ളിൽ പ്രിയയോട് സ്നേഹമൊക്കെ ഉണ്ട്. ഉണ്ട്. അതുപോലും ഉണ്ടാവരുത്. അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. നടക്കും. പ്രിയെ പ്രസാദ് സാറിന് കണ്ണിന് നേരെ കാണുന്നത് പോലും ഇഷ്ടമില്ലാത്ത രീതിയിലാക്കണം. നീ നടക്കുന്ന കാര്യം വല്ലതും പറ. ഈ സുല വിചാരിച്ച ഒരു കാര്യം ഇതുവരെ നടക്കാതിരുന്നിട്ടുണ്ടോ ദുർഗേച്ചി? ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ അത് പറ. ചേച്ചി മാത്രമല്ല, നമ്മൾ ഒരുമിച്ച് വേണം കാര്യങ്ങൾ നീക്കാൻ. ദുർഗേച്ചിയും മംഗളപ്പച്ചിയും ആതിരയും എനിക്കൊപ്പം നിന്ന് തന്ന പ്രസാദ് സാറിനെയും പ്രിയയും തമ്മിൽ അകറ്റുന്ന കാര്യം ഈ ഞാൻ ഏറ്റു. ഞങ്ങൾ നിന്റെ കൂടെയുണ്ട്. എങ്കിൽ ആദ്യം വേണ്ടത് ആദിയും തുളസിയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുകയാണ്. എന്താ? അവരെ തമ്മിൽ എങ്ങനെ അകറ്റാന്ന് ആലോചിക്കുമ്പോഴാ നീ അവരെ അടുപ്പിക്കുന്ന കാര്യം പറയുന്നത്? അതല്ല ദുർഗേച്ചി, ആദിയും തുളസിയും തമ്മിൽ അകലാൻ പറ്റാത്ത വിധം അടുത്തു കഴിഞ്ഞൊന്ന് പ്രസാദ് സാറിനെ നമ്മൾ വിശ്വസിപ്പിക്കണം. അതുകൊണ്ട് എന്ത് കാര്യം? കാര്യമുണ്ട്. പറഞ്ഞല്ലോ, ആദിത്യന്റെ തുളസിയുടെ യഥാർത്ഥ മാതാപിതാക്കൾ ആരാണെന്ന് പ്രസയും ദുർഗേച്ചിയും അറിയണം. അത് ഇനിയും വൈകിക്കൂടും. ഡോക്ടർ തന്നെ ആ കാര്യം പ്രസാദേട്ടനോട് പറയണം. നിങ്ങൾക്ക് പറയാൻ പാടില്ലായിരുന്നോ? അത് വർഷം ഒരുപാട് കഴിഞ്ഞില്ലേ മാഡം? എന്തുകൊണ്ട് ഇത്രയും കാലം ഈ ഒരു രഹസ്യം ഞങ്ങളോട് പറഞ്ഞില്ല എന്ന് അവര് ചോദിച്ച? മാത്രമല്ല, ഞങ്ങൾ പറഞ്ഞാൽ ചിലപ്പോ പ്രസയും ദുർഗേച്ചിയും അത് വിശ്വസിക്കണമെന്നില്ല. ഡോക്ടറാവുമ്പോ അവർക്കത് നിഷേധിക്കാൻ കഴിയില്ല. എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ? അതിന്റെ ആവശ്യമുണ്ടോ? ഉണ്ട് മാഡം. ഇനി ഈ ഭാരം നെഞ്ചിൽ താങ്ങി നടക്കാൻ ഞങ്ങളെ കൊണ്ട് വയ്യ. തുളസി ACP കൃഷ്ണപ്രസാദിന്റെ മകളാണ്. കൃഷ്ണപ്രസാദിനെ സംബന്ധിച്ച് അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു സത്യമാണ്. പ്രസേത് അംഗീകരിക്കാൻ തയ്യാറാവില്ലെന്നറിയാം. ദുർഗേച്ചിയും ഒരു കാരണവശാലും അത് സമ്മതിച്ചു തരില്ല. ആ സ്ഥിതിക്ക് ആ രഹസ്യം നമ്മൾ 3 പേരിൽ ഒതുങ്ങുന്നതല്ലേ നല്ലത്? പ്രസ ഇപ്പൊ പഴയ ആളല്ല. തുളസിന്ന് വെച്ചാ പ്രസയ്ക്ക് ജീവനായിരുന്നു. പക്ഷേ ഇപ്പൊ ഒരു കാരണവുമില്ലാതെ പ്രസ തുളസി വെറുക്കുന്നു. ഇവന്റെ മനസ്സിൽ തുളസിയെക്കുറിച്ചുള്ള സ്നേഹം കുറെ കൂടി കുത്തിക്കേറ്റണം. ആ മോഹവലയത്തിൽപ്പെട്ട് ആദ്യ തുളസിയുമായി ഒളിച്ചോടണം. ആ ഒളിച്ചോട്ടത്തിൽ വെച്ച് ഇവനെയും തുളസിയും പിടികൂടണം. എന്നിട്ട് ഒളിച്ചോട്ടത്തിന് കാരണം പ്രിയയാണെന്ന് വരുത്തി തീർക്കണം. അല്ല, സുലനെ എന്താ ഇവിടെ? അത് മോനെ, ഞാനൊരു സ്വപ്നം കാണുമായിരുന്നു. സ്വപ്നോ? എന്ത് സ്വപ്നം? പിന്നെ ഒരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നേ.
സ്വപ്ന അവസാനം തവിടുപൊടിയായ കഥയല്ലേ? ആ അമ്മ കേട്ടായിരുന്നല്ലേ? നല്ല കഥയായിരുന്നു. എനിക്ക് തോന്നി എന്ത്? മോൻ തുളസിയെ ഓർത്ത് അവളുടെ ഫോട്ടോയും നോക്കി ഇരിക്കാവൂന്ന്. ഏയ് അങ്ങനെയൊന്നുമില്ല. എന്നാലേ അങ്ങനെയൊക്കെ വേണം. ആരെ സ്നേഹിച്ചിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നവരുടെ മനസ്സ് എനിക്കറിയാം. സുലു ആന്റി ഇതുവരെയും ആരെയും സ്നേഹിച്ചിട്ടില്ലേ? എന്നെയൊക്കെ ആരെ സ്നേഹിക്കാനാ മോനെ? സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ ഒരു ഭാഗ്യം വേണം. ആദ്യം തുളസിയും ഒരുപാട് ഭാഗ്യം ചെയ്തവരാ. ഭാഗ്യം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ ആന്റി, അതൊക്കെ അനുഭവിക്കാൻ പറ്റണ്ടേ? ആര് പറഞ്ഞു അനുഭവിക്കാൻ പറ്റില്ലെന്ന്? ഞാൻ എന്തായാലും ആദ്യയുടെയും തുളസിയുടെയും ഭാഗത്താ. അമ്മയെ കാണുമ്പോ അമ്മയുടെ ഭാഗത്തും അല്ലേ? ആ അതെനിക്ക് വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടല്ലേ മോനെ. ദുർഗേച്ചി എനിക്ക് സ്വന്തം ചേച്ചി തന്നെയാ. ചേച്ചി പറയുന്നത് അനുസരിക്കാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ദേ പക്ഷേ ഹൃദയം കൊണ്ട് ഞാൻ നിന്റെയും തുളസിയുടെയും ഭാഗത്തായിരിക്കും. പറയൂ, ഞാൻ എങ്ങനെയാ ഡോക്ടറെ സഹായിക്കേണ്ടത്? എന്ത് ഹെൽപ്പാണ് ഡോക്ടർ എന്റെ അടുത്ത് പ്രതീക്ഷിക്കുന്നത്? സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളില്ലെന്നറിയാം. യാ ഓഫ് കോഴ്സ്. ചില കാര്യങ്ങൾ ചില പ്രത്യേക സാഹചര്യങ്ങളാൽ നമുക്ക് രഹസ്യമാക്കി വെക്കേണ്ടി വരും. അത്തരമൊരു രഹസ്യത്തെപ്പറ്റി പറയാനാ ഞാൻ വന്നത്. ജീവിതം ചിലപ്പോ അങ്ങനെയൊക്കെയാണ് അല്ലേ സർ? യെസ്, നമ്മൾ വിചാരിക്കുന്നത് പോലെ ലൈഫ് മൂവ് ചെയ്യണമെന്ന് പറയുന്നത് ഭിട്ടിത്വമാണ്. ഞാനിത് പറയുമ്പോ സർ ക്ഷമയോടെ കേൾക്കണം. To err is human, to forgive is divine എന്നല്ലേ? തെറ്റുകൾ മനുഷ്യ സഹജമാണ്. അത് ക്ഷമിക്കാൻ ദൈവികമായ ഒരു മനസ്സ് തന്നെ വേണം. ഡോക്ടർ ഇതുവരെ കാര്യം പറഞ്ഞില്ല. ഒരാളൊരു തെറ്റ് ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം അയാൾ തന്റെ തെറ്റ് തിരുത്താൻ ഒരു അവസരം ചോദിക്കുന്നുവെന്ന് കരുത്. ചോദിക്കല്ല, യാചിക്കുന്നു. അതാണ് കറക്റ്റ്. എന്തെങ്കിലും ക്രിമിനൽ കുറ്റമാണോ? അതെനിക്കറിയില്ല. ഒരു വലിയ രഹസ്യം മൂടി വെക്കുകയായിരുന്നു. അവർക്കിപ്പോ അത് തുറന്നു പറയണമെന്നുണ്ട്. വിരോധമില്ലെങ്കിൽ ആ രഹസ്യം എന്താണെന്ന് എന്നോട് പറയൂ. ഞാൻ പറഞ്ഞ ദമ്പതികൾക്ക് ജനിച്ചത് ഒരാൺകുഞ്ഞായിരുന്നു. അവരുടെ ബന്ധുവിന് പെൺകുഞ്ഞു. ആ ഹോസ്പിറ്റലിൽ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറുടെ സഹായത്താൽ അവർ തങ്ങളുടെ ആൺകുഞ്ഞിനെ മാറ്റി പകരം ബന്ധുവിന്റെ പെൺകുഞ്ഞിനെ അവരെടുത്തു. അതവരങ്ങനെ ചെയ്യാൻ കാരണം? ദയ. അങ്ങനെ പറഞ്ഞാൽ എളുപ്പമുണ്ട്. ബന്ധുവിനും അവളുടെ വീട്ടുകാർക്കും പെൺകുഞ്ഞുണ്ടാവാനായിരുന്നു ആഗ്രഹം. ജനിച്ചതാവട്ടെ ആൺകുഞ്ഞു. ഇതറിഞ്ഞ ദമ്പതികൾ സ്വന്തം കുഞ്ഞിനെ അവർക്ക് നൽകി പകരം ബന്ധുവിന് ജനിച്ച പെൺകുഞ്ഞിനെ സ്വീകരിക്കാൻ കാട്ടിയ കാരുണ്യമെന്നോ ത്യാഗമെന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം. ഇതിന് സപ്പോർട്ട് ചെയ്ത് ആരാന്നാ പറഞ്ഞു? അവിടെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ. അവരാണ് മറ്റാരും അറിയാതെ കുഞ്ഞുങ്ങളെ തമ്മിൽ മാറ്റിയത്. ഇപ്പൊ ദമ്പതികൾക്ക് സത്യം തുറന്നു പറയണമെന്നുണ്ട് ബന്ധുവിനോട്. അവരുടെ യഥാർത്ഥ കുഞ്ഞ് തങ്ങളുടെ കൂടെ കഴിയുന്ന പെൺകുഞ്ഞാണെന്നും അവരുടെ കൂടെ കഴിയുന്നത് തങ്ങളുടെ മകനാണെന്നും പറയാതെ വയ്യ എന്ന സ്ഥിതിയായിരിക്കുന്നു. ഇതിപ്പോ നടന്നിട്ട് എത്ര വർഷമായി കാണും? ഒരു 23 years. പെണ്ണിന് വിവാഹപ്രായമായപ്പോ ഭാരം ഒഴിവാക്കാൻ വേണ്ടി സത്യം തുറന്നു പറയണം. അതായിരിക്കും ഉദ്ദേശം അല്ലേ? ഒരിക്കലും അല്ല. പിന്നെ കുറ്റബോധമായിരിക്കാം. ഡോക്ടർക്ക് ഈ കാര്യത്തിൽ വല്ല പങ്കുണ്ട്? ഇല്ല. എന്റെ ഒരു ഫ്രണ്ട് എന്നോട് ഷെയർ ചെയ്തപ്പോ ഞാനതിന്റെ നിയമവശങ്ങൾ അറിയാൻ വേണ്ടി സാറിനെ കണ്ടുവെന്ന് മാത്രം. ഇത് ക്രിമിനൽ കുറ്റമാണോ? അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ തെളിവുകളും സാക്ഷികളും ഉണ്ടെങ്കിൽ
ആ ഭാര്യയും ഭർത്താവും പിന്നെ അവർക്ക് കൂട്ടുനിന്ന ആ ഡോക്ടറും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പിന്നെ ആ സംഭവം നടന്നു എന്ന് പറയുന്ന ഹോസ്പിറ്റൽ, അതിനെതിരെയും കേസുണ്ടാവും. ഇതെന്താ തമാശ കളിയാണ്? പരസ്പരം തുറന്നു പറഞ്ഞ ക്ഷമിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ സർ. ഡോക്ടർ നേരത്തെ പറഞ്ഞ ടു ഫോർഗീവ് ഈസ് ഡിവൈൻ എന്ന് പറയുന്ന അമാനുഷികമായിട്ടുള്ള ക്ഷമ, അത് കുട്ടിയുടെ യഥാർത്ഥ പാരന്റ്സിന് ഉണ്ടാവണമെന്നില്ല. തന്റെ മകളെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചേൽപ്പിച്ചിട്ട് ഇവളെ ഞങ്ങൾ പ്രസവ സമയത്ത് നിങ്ങൾ അറിയാതെ എക്സ്ചേഞ്ച് ചെയ്തതായിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു ക്ഷമാപണമായിട്ടൊക്കെ ചെന്നാൽ അത് പൊറുക്കാൻ മാത്രം ക്ഷമയുള്ള ആളുകൾ ഇന്നുണ്ടാവണമെന്നില്ല. ആ വിവരം പ്രസാദേട്ടന് നമ്മൾ ഒറ്റുകൊടുക്കും. അതോടെ പ്രസാദേട്ടന് ആദ്യ കൈയോടെ പിടികൂടും. വേഗം തന്നെ ആദ്യമായിട്ടുള്ള വിവാഹം നടത്തുകയും ചെയ്യും. അല്ല, ഈ ഐഡിയ സുലുവിന്റെ തലയിൽ ഉദിച്ചതാണോ? അതെ അപ്പച്ചി. കൊള്ളാം. ആദിയും ആതിരയും തമ്മിലുള്ള വിവാഹം നടക്കാൻ ഇതിലും നല്ല ഐഡിയ വേറെയില്ല. ഇതാ ഞാൻ പറഞ്ഞത് അപ്പച്ചി. ആദ്യം തുളസിയും തമ്മിൽ ഒളിച്ചോടണം. അതാ ആദ്യം വേണ്ടത്. അത് നമ്മൾ വിചാരിച്ച നടക്കുന്ന കാര്യമാണോ? ആ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ആദിക്കും തുളസിക്കും ഒളിച്ചോടാൻ സൗകര്യം ഒരുക്കിയത് പ്രിയയും ജയനും ആണെന്ന് നമ്മൾ വരുത്തി തീർക്കണം. അവിടെയാ നമ്മൾ മിടുക്ക് കാണിക്കേണ്ടത്. പ്രിയയുടെയും ജയന്റെയും സപ്പോർട്ടോടു കൂടിയാണ് ആദ്യം തുളസിയെ ഒളിച്ചോടിയതെന്ന് വരുത്തി തീർക്കാൻ കഴിഞ്ഞാൽ പിന്നെ പ്രസാദേട്ടൻ ഒരിക്കലും പ്രിയയെ സ്നേഹിക്കില്ല. സ്നേഹിക്കില്ല എന്നല്ല, വെറുക്കും. അതാ ഉണ്ടാവാൻ പോകുന്നത്. ചുലു, ഞാൻ വിചാരിച്ചതേ നിന്റെ തല മുഴുവനും കളിമണ്ണാണെന്ന. കളിമണ്ണിലല്ലേ അപ്പച്ചി നല്ല പുല്ല് വളരുന്നത്. അവിടേക്കേ മീ. അപ്പച്ചി വാ, നമുക്ക് വിശദമായിട്ടൊന്ന് ആലോചിക്കാം. വേണം, വിശദമായിട്ട് തന്നെ ആലോചിക്കണം. അതെ, എല്ലാം സൂക്ഷിച്ചു വേണം ചെയ്യാൻ. ആർക്കും ഒരു സംശയം തോന്നരുത്. അവൻ ഇപ്പൊ ഇങ്ങെത്തും. ഞാൻ ആദ്യം വരുന്നുണ്ടോന്ന് നോക്കി സിഗ്നൽ തരാം. ശരി. സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ സംസാരിച്ചു തുടങ്ങിക്കോണം. പിന്നെ ആദ്യം കേൾക്കാത്ത രീതിയിൽ സംസാരിക്കുന്നത് പോലെ വേണം സംസാരിക്കാൻ. എന്നാൽ അത് കേൾക്കുകയും വേണം. അതൊക്കെ ഏറ്റെന്ന് പറഞ്ഞില്ലേ? എന്നാ പിന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ നിന്നാ ചിലപ്പോ ആദിക്ക് സംശയം തോന്നിയാലോ. അവൻ വരുന്നുണ്ടോന്ന് നോക്കിയിട്ട് ഞാൻ സിഗ്നൽ തരാം. തയ്യാറായിരുന്നോണേ. ദുർഗേച്ചി, ദുർഗേച്ചി, ആദ്യം വരുന്നുണ്ട്. തുടങ്ങിക്കോ, ഞാൻ അവിടെ നിൽക്കാം. ഓക്കെ. നമ്മുടെ ACP സാറിന് ഇത് എന്ത് പറ്റി? ആരോടൊക്കെ വലിയ ദേഷ്യത്തിലാണ് പ്രസാദ് സാറ്. ആ ദേഷ്യം മുഴുവൻ സാറിന്റെ അനിയത്തിയോടും ജയശീലിനോടും കാണിക്കുന്നേയുള്ളൂ. അനിയത്തിയോട് എന്തിനാ ദേഷ്യപ്പെട്ടത്? ഇടയ്ക്ക് പുള്ളിക്കാരത്തി സാറിന് ഫുഡ് ഉണ്ടായി കൊണ്ടുവരുന്നൊരു ഏർപ്പാടുണ്ടല്ലോ, അത് സാറിന് വലിയ ഇഷ്ടമാണ്. ഇന്ന് സാറ് നല്ല മൂഡിലല്ലാത്തോണ്ട് രണ്ടുപേരുടെ മുട്ടം വഴക്കായിരുന്നു. ഓ, അതായിരിക്കും അനിയത്തി കൊണ്ടുവന്ന ഭക്ഷണം എടുത്ത് ആ ഭിക്ഷക്കാരന് കൊടുക്കാൻ പറഞ്ഞത്. സാർ അങ്ങനെ പറഞ്ഞു? പറഞ്ഞു. ആഹാ. ഞാൻ ആ ഭക്ഷണം എടുത്ത് പുറത്തേക്കിറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോ സാറുണ്ട് എന്റെ പിന്നാലെ ഓടി വരുന്നു. എന്നിട്ട് പറയുക, അനിയത്തി കൊണ്ടുവന്ന ആ ഭക്ഷണം സാറിന്റെ റൂമിൽ തന്നെ തിരിച്ചുകൊണ്ട് വയ്ക്കാൻ, പകരം സാറ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം എടുത്ത് ഭിക്ഷക്കാരന് കൊടുക്കാൻ. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പെങ്ങളെ വഴക്ക് പറഞ്ഞു പോയതായിരിക്കും. പ്രസാദ് സാർ അനിയത്തിയെ സ്നേഹിക്കുന്ന കാണുമ്പോ സത്യം പറഞ്ഞാ എനിക്ക് അസൂയ തോന്നാറുണ്ട്. കൂടപ്പിറപ്പിനോട് പ്രസാദ് സാർ കാണിക്കുന്ന സ്നേഹം, കരുതല്, അവര് പ്രസാദ് സാറിനോട് കാണിക്കുന്ന സ്നേഹം, അതൊക്കെ കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ്. അനിയത്തിയോട് ആദ്യം ഇഷ്ടക്കേട് അഭിനയിച്ചെങ്കിലും അവര് കൊണ്ടുവന്ന ഭക്ഷണം ഇപ്പൊ ഇഷ്ടത്തോടെ കഴിക്കുകയായിരിക്കും പ്രസാദ് സാറ്. മതി കരഞ്ഞത്. ഇതൊക്കെ നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതല്ലേ.
ദാ, ഇത് കുടിച്ചാട്ടെ രണ്ടുപേരും. എനിക്കൊന്നും വേണ്ട. കുടിക്കാനാ പറഞ്ഞത്. അമ്മ മാമന് വേണ്ടി കൊണ്ടുപോയ ഫുഡ് മാമൻ അത് ഏതോ ഭിക്ഷക്കാരന് കഴിക്കാൻ കൊടുത്തുവിട്ടു. ശരിക്കും ഓർത്താ അതൊരു നല്ല കാര്യല്ലേ? മാമന് കഴിക്കാനുള്ള ഭക്ഷണം ദുർഗമ്മ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ടിട്ടുണ്ട്. മാമൻ ഇപ്പൊ അത് വയറ് നിറച്ച് കഴിച്ചു കാണും. നമ്മൾ കൊടുത്ത ഭക്ഷണം കഴിച്ച ഒരാളുടെ വിശപ്പ് മാറുന്നുണ്ടെങ്കിൽ അതാ ഈശ്വരന് ഇഷ്ടപ്പെടുക. ഈശ്വരന്റെ ഇഷ്ടത്തിനും പ്രീതിക്കും വേണ്ടിയല്ല ഞാൻ ഏട്ടന് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടുപോയത്. എന്റെ ഒരു മനസ്സുഖത്തിന് വേണ്ടിയാ. എല്ലാം അറിഞ്ഞിട്ടും നമ്മൾ പ്രസയെ കാണാൻ പോരുതായിരുന്നു. തെറ്റ് നമ്മുടെ ഭാഗത്താ. അങ്ങനെ പോയതുകൊണ്ടല്ലേ ഇപ്പോ ഇങ്ങനെ വിഷമിക്കേണ്ടി വന്നത്. അന്ന് ക്ഷേത്രത്തിൽ വെച്ചും നമുക്ക് സെയിം അനുഭവം ഉണ്ടായതല്ലേ? മാമ നമ്മളെ മൈൻഡ് ചെയ്യാതെ ആദ്യം കൂട്ടിപ്പോയത് അമ്മ മറന്നോ? എല്ലാം മറക്കണമെന്ന് നീ തന്നെ എന്നെ പറഞ്ഞു പഠിപ്പിച്ചത്. പക്ഷെ ഞാൻ എന്റെ മനസ്സിനെ എത്ര പഠിപ്പിക്കാൻ നോക്കിയിട്ടും പറ്റുന്നില്ല. തോറ്റു പോകുന്നു എല്ലായിടത്തും. നമ്മൾ എത്ര അനുഭവിച്ചമ്മേ മാമന്റെ അവഗണന. എത്രമാത്രം നമ്മൾ സഹിച്ചു. ഇനിയെങ്കിലും അമ്മയെന്ന് മനസ്സിലാക്ക. അമ്മയും ഞാനും അച്ഛനും ഒരുപാട് സ്നേഹിച്ചിരുന്ന, നമ്മളെ മൂന്നുപേരെയും ഒരുപാട് സ്നേഹിച്ചിരുന്ന അമ്മയുടെ ആ പഴയ പ്രസാദേട്ടനല്ല അത്. അമ്മ ഒരിക്കൽ മാമന് വേണ്ടി എന്റെ കയ്യിൽ തന്നുവിട്ട ഉണ്ണിയപ്പം തട്ടിത്തെറിപ്പിച്ച, സ്കൂട്ടർ ചീത്തയപ്പോ നിങ്ങൾ രണ്ടുപേരും അത് തള്ളിക്കൊണ്ട് വരുന്നത് കണ്ടിട്ടും ഒരു ലിഫ്റ്റ് തരാൻ പോലും കൂട്ടാക്കാത്ത, ഒരിക്കലും ആദ്യം ഞാനുമായുള്ള വിവാഹം നടക്കാൻ സമ്മതിക്കില്ലെന്നും പറഞ്ഞ് ആദ്യം നമ്മുടെ മുമ്പിൽ നിന്ന് പിടിച്ചോണ്ടുപോയ മാമൻ. അങ്ങനെ ഒരാളിൽ നിന്നും ഇനി ഒരു കാരുണ്യം അമ്മ പ്രതീക്ഷിക്കണ്ട. അതിനുവേണ്ടി ഒഴുക്കുന്ന കണ്ണുനീരെ വെറും പാഴ് വസ്തു. ചൂടാറുന്നതിന് മുമ്പേ ഈ ചായ കുടിക്കും. ഇല്ലെങ്കിലേ അമ്മ ഇപ്പൊ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന കണ്ണീര് പോലെ ഇതും വെറുതെ ആവും. അതാണ്. തുളസി, അച്ഛൻ എന്നെ ഇവിടെ വീട്ടു തടങ്കലിലാക്കിയിരിക്കുക. പുറത്തു പോവാനോ ആരെയും ഫോൺ ചെയ്യാനോ പാടില്ല. അങ്ങനെ എന്തെങ്കിലും കണ്ട അച്ഛനെ വിവരം അറിയിക്കാൻ ആ ആതിര പിശാചിനെ ഏൽപ്പിച്ചിരിക്കാം. അവളാ അധികാരം ശരിക്കും ഉപയോഗിക്കുന്നുണ്ട്. നിനക്ക് ഈ വോയിസ് മെസ്സേജ് അയക്കുന്ന പോലും ബാത്റൂമിനകത്ത് ഇരുന്നിട്ടാ. എന്തൊരു അവസ്ഥ ആലോചിച്ച് നോക്ക്. 2 ദിവസത്തേക്ക് അച്ഛൻ സ്ഥലത്തുണ്ടാവില്ല. അതുകൊണ്ടാ ആ ആതിരയെ സെക്യൂരിറ്റി പണി ഏൽപ്പിച്ചിരിക്കുന്നത്. നിന്റെ അച്ഛന് വട്ടായോ? അങ്ങനെ ഒരു സംശയം എനിക്കും ഇല്ലാതില്ല. ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും പുറത്ത് കടക്കണം. നിന്റെ ബോഡി ഗാർഡ് ഇല്ലേ അവിടെ? ഉണ്ട്. ആ, അച്ഛൻ അറിഞ്ഞ ആദ്യം വീട്ടു തടങ്കല്ല. മാമൻ കുറച്ചു ദിവസം അവിടെ ഉണ്ടാവില്ലെന്ന്. പകരം ആദ്യം പുറത്തു പോകാതെയും ഫോൺ ചെയ്യാതെയും നോക്കേണ്ട ഡ്യൂട്ടി ആതിരയ്ക്ക് നൽകി. അവളത് മാക്സിമം ഉപയോഗിക്കുന്നുണ്ട്. എവിടെ പോയതാ അതറിയില്ല. ഞാൻ മാമനെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ആ, എവിടെ പോയാലും തിരിച്ചു വരുമല്ലോ. എനിക്ക് പറയാനുള്ളത് മാമ വന്നിട്ട് പറയാം. അതിനെ നിന്റെ അനുവാദമൊന്നും എനിക്ക് ആവശ്യമില്ല. ആദ്യേട്ടൻ ഇവിടെ നിന്ന് പുറത്തു പോയാ ആ നിമിഷം ഞാൻ അങ്കിളിനെ വിളിക്കും. അങ്കിളിനോട് പറയും. പിന്നെന്താ ഉണ്ടാവാന്ന് ആദ്യേട്ടനെ അറിയാലോ. ഇത് വലിയ കഷ്ടമായല്ലോ. എനിക്കൊന്ന് പുറത്തിറങ്ങിക്കൂടാ, ആരുമായിട്ട് ഫോണിൽ സംസാരിച്ചൂടാ. ഇങ്ങനെയാണെങ്കിലേ എനിക്ക് വല്ല ഭ്രാന്ത് കൊടുത്ത് ഈ മുറി തന്നെ കെട്ടി തൂങ്ങി അങ്ങ് ചാവും. അതൊന്നും എന്റെ മാറ്റർ അല്ല. എന്നാലും ആദ്യേട്ടനെ ചാകാൻ ഞാൻ സമ്മതിക്കില്ല. നീയും കൂടി ചാവുമായിരിക്കും. നോ, ഞാൻ എന്റെ താമസം ഈ റൂമിലേക്ക് മാറ്റും. ആദ്യേട്ടന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇതിനകത്ത് താമസാക്കിയാലും എന്നെ ആരും ഒന്നും പറയില്ല. ദേവി ഇതൊന്ന് പോയി തരുവോ? ആ, ഞാൻ പോവാ. പക്ഷേ കെട്ടി തൂങ്ങില്ല എന്ന് പ്രോമിസ് ചെയ്യണം. കേട്ടി തൂങ്ങി ചാവില്ല, പ്രോമിസ്. താങ്ക് യു.
സുലാന്റി ആദ്യമായിട്ട് ലോക്ക് ചെയ്ത ഗേറ്റ് ചാടിക്കടന്ന പോയിരിക്കുന്നേ. എന്റെ ആദരമോളെ, ഈ പ്രേമം തലേ കയറി പിടിച്ചാലേ ഗേറ്റ് അല്ല ചൈന മതിൽ വരെ ചാടിക്കിടക്കും. ആദ്യ തുളസിയും കൊണ്ട് നാട് വിട്ട് കാണുമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അതിലിനി സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അയ്യോ, പ്രസാദങ്ങൾ എന്നെ ഇവിടുന്ന് ഓടിക്കും. ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല. ശോ, ദുർഗാന്റി, ഞാൻ ഇനി പ്രസാദങ്ങളോട് എന്ത് പറയും? പ്ലീസ് ഹെൽപ്പ് മീ ദുർഗാന്റി. പ്രസാദേട്ടനോട് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ ആദി ആ ഒരുമ്പെട്ടവളെയും കൊണ്ടാണ് ഓടിപ്പോയിട്ടുള്ളതെങ്കിൽ അവരേത് നരകത്തിൽ പോയി ഒളിച്ചാലും ഞാനവരെ വിടില്ല. ദുർഗേശി എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ഇങ്ങനെയൊക്കെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത കാര്യമല്ലേ? ആദ്യം തുളസിയും ഒളിച്ചോടണം. അതിന്റെ കാരണം പ്രിയയാണെന്ന് നമ്മൾ വരുത്തി തീർക്കുകയും ചെയ്യും. അതോടെ പ്രസാദ് സാർ പ്രിയയെ വെറുക്കും. എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലേ കാര്യങ്ങൾ പോകുന്നേ? അല്ല, ഇത് കൈവിട്ട കളിയാണ്. ആദ്യം തുളസി ഓടിപ്പോയി എവിടെ ചെന്നെങ്കിലും വിവാഹം കഴിച്ച നിന്റെ തലയിൽ ഉദിച്ച മണ്ടൻ ഐഡിയ പോലെ അല്ല ജീവിതം. അതിന് ദുർഗേച്ചി എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? ആദ്യം പോയിരിക്കുന്നത് തുളസിയുടെ കൂടെയാണോന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. സുലാന്റി അല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒളിച്ചോടാനൊന്നും പറ്റില്ല, ആദ്യേട്ടൻ തുളസിയും കൊണ്ടാണ് ഒളിച്ചോടിയതെന്ന്. അത് ഞാൻ എന്റെ ഒരു അറിവ് വെച്ചുകൊണ്ട് പറഞ്ഞല്ലേ. ചിലപ്പോ അങ്ങനെ അല്ലെന്നും വരാം. ദുർഗാന്റി, ഞാൻ പ്രസാദങ്ങളോട് വിളിച്ച് പറയട്ടെ ആദ്യേട്ടൻ എസ്കേപ്പ് ആയ കാര്യം? വേണ്ട, ഇപ്പൊ പ്രസാദേട്ടനൊന്നും അറിയാതിരിക്കുന്നതാ നല്ലത്. അത് പ്രശ്നമാവും ദുർഗാന്റി. ആദ്യം തുളസി ഒരുമിച്ചാണോ പോയതെന്ന് ആദ്യം അറിയട്ടെ. അതിനുശേഷം മതി പ്രസാദേട്ടന് വിവരം അറിയിക്കുന്നത്. ശോ.